കൃഷ്ണകൃപാസാഗരം. നാം ദേവിക്ക് വേണ്ടി ഒരു ഓടക്കുഴൽ കൊണ്ടുവരാം, എന്നിട്ട് പഠിപ്പിച്ചു തരാം. എന്തിനു നാളെ? ഇന്ന് എന്തുകൊണ്ടായിക്കൂടാ? പക്ഷേ ഇന്ന് ഓടക്കുഴൽ എവിടെ? പിന്നെ ഇതെന്താണ്? ഓടക്കുഴലല്ലേ? ആണ്, പക്ഷേ ഇത് ദേവിക്ക് വേണ്ടി ഉള്ളതല്ലെന്ന് മാത്രം. പിന്നെ രാധേ, ദേവിക്ക് കൃഷ്ണനെ ഉണർത്താനുള്ള ഓടക്കുഴലാണ് ആവശ്യം. അപ്പൊ ഇത് കൃഷ്ണന്റെ ഓടക്കുഴലാണ്. ഇതിന്റെ നാദം ഈ ലോകത്തെ മുഴുവനും ഉണർത്തും. ദേവി മാത്രമല്ല, ഈ ലോകത്ത് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എത്ര ആത്മാക്കളുണ്ടെന്ന് ദേവിക്കറിയാമോ? ഈ മുരളീനാദം അവരെയെല്ലാം ഇവിടേക്ക് ആകർഷിക്കും. അപ്പോൾ ദേവി എന്തു ചെയ്യും? അങ്ങേക്ക് അഹങ്കാരമാണ് കണ്ണ. അഹങ്കാരം അത്തമല്ലേ ഈ ഭാഷണം രാധേ. അഹങ്കാരം പ്രേമത്തിന്റെ ശത്രുവാണ്. അങ്ങ് അഹങ്കാരം എന്ന് പറയുന്നത് പ്രേമത്തിന്റെ അധികാരത്തെയാണ്. അഗാധമായി പ്രേമിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും അധികാരം കാണിക്കാനുള്ള അവകാശമുണ്ട്. പ്രേമം അവകാശമല്ല, മറിച്ച് ദാനമാണ് രാധേ. ഇത്തരം തർക്കങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതിലെപ്പോഴും അങ്ങ് തന്നെ വിജയിക്കും. രാധേ, വികാരം വിവേകം ഹനിക്കും. നേരായ കാഴ്ചകളെ അത് മറച്ചു പിടിക്കും. ഒന്നറിയുക, ഏത് രൂപത്തിൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും ദേവിക്ക് എന്റെ മേൽ പൂർണ്ണ അവകാശമുണ്ട്. ആത്മാവില്ലാത്ത ശരീരം മൃതശരീരമായിരിക്കുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ശരീരമില്ലാത്ത ആത്മാവിനും നിലനിൽക്കാനാവില്ല. അങ്ങനെ തന്നെ നാം ഇല്ലെങ്കിൽ ദേവി നിർജീവമാണ്. ദേവി ഇല്ലെങ്കിൽ നാമും അദൃശ്യനായിരിക്കും. ആത്മാവും ശരീരവും ഒന്നു ചേർന്നാലല്ലാതെ ഈ സൃഷ്ടിക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? രാധേ, ഇതാണ് ദൈത്വത്തിന്റെയും വേദങ്ങളുടെയും രഹസ്യം. ദൈത്വത്തിനകത്ത് അദ്വൈതവും അദ്വൈതത്തിനകത്ത് ദൈത്വവും ഉൾച്ചേർന്നിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർ മായയെക്കുറിച്ച് പരാതി ഉന്നയിക്കില്ല. ഇത്രയും ഗഹനമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിവില്ലാതെ പോയി കണ്ണ. രാധ പറഞ്ഞത് വളരെ സത്യം തന്നെ. പക്ഷേ ഞാൻ സൂചിപ്പിച്ച യാഥാർത്ഥ്യം വളരെ ലളിതമാണ്. അതായത്, മായയുടെ ദൃഷ്ടി കൊണ്ട് നാല് ദിശയിലും വെവ്വേറെ ജീവജാലങ്ങളെയും നാം ദർശിക്കുമ്പോൾ അവയൊന്നും വെവ്വേറെയല്ല, ഒന്നു തന്നെ എന്ന് തോന്നും. രാധയും കൃഷ്ണനും ഈ ലോകത്ത് ആരായിരുന്നാലും എന്തായിരുന്നാലും വെറും രാധയും കൃഷ്ണനും മാത്രമാണ്. അപ്പോഴും ഒരു കാര്യമുണ്ട്. എന്താണത്? പ്രേമം. രാധയുടെയും കൃഷ്ണന്റെയും സ്നേഹം. അതില്ലാതെ അങ്ങയുടെ ലോകം ഏതൊന്നിലേക്ക് ആശ്രയിച്ചാണ് ചലിക്കുക? ഈ പറഞ്ഞതാണ് പരമാർത്ഥം. നാം ഇത്രയും നേരം വിവരിച്ചത് രാധ ഒരൊറ്റ ചോദ്യത്തിൽ ഒതുക്കിയിരിക്കുന്നു. അപ്പോൾ കണ്ണൻ തോൽവി സമ്മതിച്ചുവോ? സ്നേഹത്തിന്റെ മുന്നിൽ ഭഗവാൻ പോലും തോറ്റുപോകും രാധേ. രാധ പറഞ്ഞത് ശരിയാണ്. സ്നേഹമില്ലാതെ ഈ ലോകം എങ്ങനെയാണ് ചലിക്കുക? സ്നേഹത്തിന്റെ അഭാവത്തിൽ പ്രപഞ്ചം തന്നെ നിസ്തേജമാണ്. സ്നേഹമാണ് എല്ലാത്തിനും ആധാരം. സൃഷ്ടിയുടെ അടിസ്ഥാനവും സ്നേഹം തന്നെയാണ് രാധേ. സാക്ഷാൽ കണ്ണൻ തന്നെ. ഈ വേഷത്തിൽ നിന്റെ സൗന്ദര്യം അത് ആരെയും അസൂയപ്പെടുത്തും. എണീറ്റ് വരൂ.
നിന്ന് കളഞ്ഞത്? വരുന്നില്ലേ? കണ്ണനെ കാണാൻ കണ്ണൻ തന്നെ വരികയോ? വേഷം അണിഞ്ഞതുകൊണ്ട് മാത്രം നീ കണ്ണനാകുമോ? എങ്കിലും അവിടെ തന്നെ നിന്നോ. വരൂ. അവിടെ കണ്ട കണ്ണൻ ഇവിടെ എങ്ങനെ? മനസ്സുകൊണ്ട് എന്നെ ധ്യാനിക്കുന്നവരോടൊപ്പം അവരെവിടെയാണെങ്കിലും ഞാനും ഉണ്ടാവും. രാധേ, കണ്ണ, സ്വന്തം പേര് വിളിച്ചപ്പോ അറിയാതിരുന്ന ആള് കണ്ടില്ലേ? ഒരിക്കൽ കൂടി ആ പേരൊന്ന് വിളിക്കൂ കൂട്ടരെ. കണ്ണ, ഇപ്പൊ തൃപ്തിയായില്ലേ? മുഖം പ്രസാദിച്ചു. എന്റെ ഹൃദയത്തിൽ ഒരു കണ്ണൻ. ആ കണ്ണനോട് ഞാൻ സല്ലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണ എന്നുള്ള നിന്റെ ആ വിളി, അത് കേട്ട് കണ്ണൻ എന്നോട് പരിഭവിച്ചു. എന്തിനു രാധേ? എന്തിനാ ഇങ്ങനെ ഒച്ചയിടുന്നെന്ന് ചോദിച്ചു. ഒച്ചയിട്ടത് ഞാനല്ലേ, അതിന് നിന്നോടെന്തിനാ പരിഭവം? കണ്ണന് എല്ലാവരും രാധയാണ്. എല്ലാ ഗോപികമാരോടും പുലർത്തുന്നത് ഒരേ സ്നേഹമാണ്. എല്ലാവരും കണ്ണന് ഒരുപോലെയാണെങ്കിൽ നീ എന്തിന് കണ്ണനെ നിന്റേത് മാത്രമായി വെച്ചിരിക്കുന്നു? കണ്ണൻ എല്ലാവർക്കും സ്വന്തം. കണ്ണന് എല്ലാവരും രാധ. പക്ഷേ എനിക്ക് എന്റെ സങ്കല്പത്തിലുള്ള കണ്ണൻ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരാൾക്കും അപഹരിക്കാനോ ആവില്ല. പക്ഷേ വരുമോ വരാതിരിക്കുമോ എന്ന് ഉത്കണ്ഠയില്ലാതെ സങ്കല്പത്തിലെ കണ്ണനുമായി സദാ സല്ലപിച്ചിരിക്കാമല്ലോ. അത് നീ കാണുന്ന ആശ്വാസം എനിക്ക് കണ്ണനെ നേരിൽ കാണുന്നത് വരെ ഒന്നിലും മനസ്സ് നിൽക്കില്ല. കണ്ണന്റെ വേണുഗാനം കേട്ടാൽ മതി, അത് തന്നെ സ്വർഗം. സ്വർഗം, നരകം, അതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെയാണ്. നൈരാശ്യങ്ങളും ദുഃഖങ്ങളും മറക്കാൻ വേണ്ടിയാണ് ഞാൻ. രാധേ, ഇതൊരു തരം ഭ്രാന്ത് തന്നെ. ഭ്രാന്താണെങ്കിൽ ആ ഭ്രാന്തിനെ പോലും ഞാൻ സ്നേഹിക്കുന്നു. ഉം. അല്ലയോ ഗോപികമാരെ, ഞാൻ നിങ്ങളുടെ വ്രതത്തിലും പൂജയിലും അതീവ സന്തുഷ്ടയായിരിക്കുന്നു. എന്തു വരമാണ് നിങ്ങൾ കാക്ഷിക്കുന്നത്? ശക്തി സ്വരൂപിണി ദേവി, സർവനാരികളെക്കാൾ ശ്രേഷ്ഠയും പതിയുടെ മനസ്സറിയുന്ന പതിവ്രത രത്നവുമാണ് അവിടുന്ന്. സൗഭാഗ്യവതിയും മറ്റുള്ളവർക്ക് ആയുധ പ്രദാനം ചെയ്യുന്ന കനിവിന്റെ പൊരുളുമാണ്. തപസ് ചെയ്ത് മനസ്സ് കവർന്ന വരനെ അവിടുന്ന് എപ്രകാരം പതിയായി നേടിയോ അതേ പ്രകാരം ഞങ്ങൾ ഓരോരുത്തരുടെയും സങ്കല്പങ്ങളെ സുരഭിലമാക്കുന്ന വരന്മാരെ ഭർത്താക്കന്മാരായി ലഭിക്കാൻ അനുഗ്രഹിച്ച് കടാക്ഷിക്കണം. ദേവി ഭഗവാന് പ്രിയപ്പെട്ടവളായിരിക്കുന്നത് പോലെ ഞങ്ങൾ എല്ലാവരും മനം കവർന്ന വരന് പ്രിയപ്പെട്ടവരായിരിക്കണം. അനുഗ്രഹിച്ച് നിവർത്തിച്ച് കനിഞ്ഞരുളണേ ദേവി.
വരൂ രാധാദേവി. അല്ലയോ രാധേ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രാണപ്രിയെ, ജഗത് മാതാവേ, അവിടുന്ന് എങ്ങനെയാണ് സ്വയം മനുഷ്യ സ്ത്രീയാണെന്ന് ഭാവിക്കുന്നത്? ഇവരെല്ലാവരും ഹൃദയത്തിൽ ശ്രീകൃഷ്ണനെ പതിയായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദേവിയെ ആർക്കാണ് മനുഷ്യ സ്ത്രീയായി കരുതാനാവുക? എങ്കിലും അവിടുന്ന് നമ്മെ പൂജിച്ചാദരിച്ചിരിക്കുന്നു. അക്കാരണത്താൽ ദേവമര്യാദ അനുസരിച്ച് നാം അവിടത്തേക്ക് വരം നൽകുകയാണ് ഭവതി. ഭവതിക്ക് മനസ്സിനിണങ്ങിയ വരനെ ഓരോ ജന്മത്തിലും ലഭിക്കുന്നതായിരിക്കും. ഈ വൃന്ദാവനത്തിൽ സകല ഗോപികമാരുടെയും മധ്യേ ശ്രീകൃഷ്ണനുമായുള്ള ദേവിയുടെ രാസലീല സന്തോഷപൂർവ്വം അരങ്ങേറുന്നതായിരിക്കും. ആയതുപോലെ ഗോപികമാരുടെ ഹൃദയാഭിലാഷവും നിറവേറുക തന്നെ ചെയ്യും. ഇനിയും 3 മാസം കഴിഞ്ഞാൽ വസന്തകാലത്തിലെ ശുക്ലപക്ഷം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം ആഗ്രഹ സഫലീകരണം സംഭവിക്കുക തന്നെ ചെയ്യും. മഴമുകിൽ കണി കണ്ട വേഴാമ്പൽ പോലെ മധുകരം കണ്ടുലയും മലരുകൾ പോലെ താനേ മറന്നും ഹർഷാശ്രുവണിഞ്ഞും കാത്തിരുന്നു ഓർത്തിരുന്നു പൗർണമിയെത്താൻ വൈകിയതിൽ നൊന്തും കാത്തിരുന്നു ഓർത്തിരുന്നു നിദ്രയില്ലാതെ ഭോജനമില്ലാതെ നിമിഷങ്ങൾ എണ്ണി എണ്ണി കാത്തിരുന്നു മണിവേണു സ്വരം മാത്രം പോർത്തിരുന്നു ഒരു മുഖം മാത്രം ഓർത്തിരുന്നു നന്ദനന്ദനന്റെ ലീലാവിലാസങ്ങൾ ഓർമ്മയിലോമനിക്കും ഗോപികമാ പുണ്യവതികൾ കാമിനിമാ പകലുകൾ നിശകൾ ത്രിസന്ധ്യകൾ പടികടന്നകലേക്കു മറഞ്ഞുപോയി ഒടുവിൽ ഇരുൾ നീക്കി ഒരു സൂര്യാനന്ദം മിഴികളിൽ തെളിയും നേരമായി.
ഗോപികളും ഗോപികാരമണനായ ഭഗവാനും തമ്മിലുള്ള ബന്ധം. രതിയുടെ കണ്ണുകളല്ല ഗോപികളുടെ പ്രേമഭക്തി. ഉടലിന്റെ ഉണ്മയിൽ നിന്ന് ഉയിരിന്റെ ഉണ്മയിലേക്കുള്ള മഹായാനമാണിത്. തിരകൾ സമുദ്രത്തിലാണെങ്കിലും സമുദ്രം അവയ്ക്ക് അതീതമാണ്. തിരകൾ ഇല്ലാതെ സമുദ്രത്തിന് നിലനിൽക്കാം. ഇവിടെ പരമാത്മാവിനെന്നർത്ഥം. പക്ഷേ സമുദ്രമില്ലാതെ തിരകൾക്ക് അസ്തിത്വമില്ല. ജഗത് ചൈതന്യത്തെയും മനുഷ്യാത്മാവിനെയും ബന്ധിക്കുന്ന അനശ്വരവും വിചിത്രവുമായ രൂപകമാണ് ഈ ബന്ധത്തിലൂടെ അനാവൃതമാവുന്നത്.